പത്തനംതിട്ടയുടെ സാഹചര്യം എന്താണ്? രാഹുൽ ഇപ്പോഴും വീട്ടിൽ തന്നെയാണ് ഉള്ളത്. ഇന്നലെ ഒരു ന്യായീകരണ പത്രസമ്മേളനത്തിലുള്ള സാധ്യതയായിരുന്നു അവിടെ തെളിഞ്ഞു വന്നെങ്കിൽ പിന്നീട് പെട്ടെന്ന് ആ വാർത്താ സമ്മേളനം റദ്ദാക്കപ്പെടുകയായിരുന്നു. എന്താണ് അവിടുത്തെ അന്തരീക്ഷം? മൗനമാണ്. അതോടൊപ്പം തന്നെ ഏറെ ആശങ്കപ്പെടുത്തുന്നതാണ് അദ്ദേഹവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളുടെ പ്രതികരണം. കാരണം എന്താണ് അടുത്ത നിമിഷം സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് യാതൊരു വ്യക്തതയുമില്ലാതെ ഏറെ മ്ലാനമായ രാഹുൽ ഏറ്റവും അടുത്ത ആളുകളുടെ ഒരു കൂട്ടത്തെയാണ് നമുക്ക് ഇവിടെയും കാണാൻ സാധിച്ചിട്ടുള്ളത്. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ളവർ, അത് രാഷ്ട്രീയത്തിൽ തന്നെ ഉള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ കഴിഞ്ഞ 4 ദിവസമായി അദ്ദേഹത്തോടൊപ്പം തന്നെ ഉണ്ട്. ഒപ്പം ഉറങ്ങി അതോടൊപ്പം തന്നെ ഒപ്പം ഉണർന്ന് പ്രവർത്തിക്കുന്ന തരത്തിൽ ഹൃദയബന്ധമുള്ള 3-4 പേരാണ് രാഹുലിന്റെ മുണ്ടപ്പള്ളിയിലെ വീട്ടിൽ ഇപ്പോഴും ഉള്ളത്. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായി മാത്രമാണ് സംസാരിക്കുന്നത്. അപൂർവമായി പുറത്തുനിന്നുള്ള കോളുകൾ അദ്ദേഹം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അല്പം മുൻപും ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. ഒന്ന് നേരിൽ കാണണമെന്നുള്ള താല്പര്യം ഞാൻ അറിയിച്ചിരുന്നു. അല്പസമയത്തിനുള്ളിൽ വരാം, ഒരു സൗഹൃദ സംഭാഷണം എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും പ്രതീക്ഷിക്കരുത് എന്നുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ. ചുരുക്കത്തിൽ മാധ്യമങ്ങളെ ഇന്നും അദ്ദേഹം കാണാൻ നിലവിൽ താല്പര്യപ്പെടുന്നില്ല എന്നതിന്റെ സൂചന തന്നെയാണ് ലഭ്യമാകുന്നത്. രാജിയിലേക്ക് കാര്യങ്ങൾ അടുക്കുന്നു എന്നതിന്റെ സൂചനകൾ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും വിവിധ നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്നും വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ശബ്ദ സംഭാഷണത്തിന്റെ ഭാഗങ്ങൾ തന്നെയാണ്. കേരള രാഷ്ട്രീയത്തിൽ നിയമസഭയിലും പുറത്തും നിരവധി ഇടത് അതോടൊപ്പം തന്നെ UDF നേതാക്കൾക്കെതിരെ സമാനമായതോ അതല്ലെങ്കിൽ ലൈംഗിക പരിവേഷമുള്ള നിരവധി ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അവരിൽ ചിലർ നിയമസഭയിൽ നിലവിൽ ഉണ്ട്. അവരൊക്കെ തന്നെ അഭിമുഖീകരിക്കുന്നതിനേക്കാൾ അല്പം കൂടി ക്രൂഷ്യലായ പ്രതിസന്ധിയാണ് രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് നിലവിലുള്ളത്. കാരണം 2-ലധികം ആളുകൾ സമാനമായ രീതിയിലോ അതല്ലെങ്കിൽ സമാന സ്വഭാവമുള്ളതുമായ ആരോപണങ്ങൾ ഒരേ സമയത്ത് ആരോപിക്കപ്പെടുന്നു എന്നത് തന്നെയാണ് ഈ പ്രശ്നത്തിന്റെ ഗതി മാറ്റിയിട്ടുള്ളത്. മറ്റ് ഉള്ളവർക്കെതിരെ ഉയർന്നു വന്നത് ഒരു സ്ത്രീ ഉയർത്തിയ ആരോപണങ്ങൾ അതല്ലെങ്കിൽ 2 സ്ത്രീ ഉയർത്തിയ ആരോപണങ്ങളാണെങ്കിൽ രാഹുൽ 2-ലധികം ആളുകളുടെ സമാന രീതിയിലുള്ള ആക്ഷേപങ്ങൾക്ക് പ്രതിസ്ഥാനത്തേക്ക് വരുന്ന സ്ഥിതി ഉണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ശബ്ദരേഖയുടെ ഉള്ളടക്കം കൂടി പരിശോധിക്കുമ്പോൾ രാഹുൽ വാർത്താ സമ്മേളനം ഒഴിവാക്കി മൗനിയായി നിൽക്കുമ്പോൾ ശബ്ദ സാന്നിധ്യമായി രാഹുൽ ലൈംഗിക താല്പര്യത്തോടു കൂടി ഇടപെട്ടു എന്നതിന്റെ വ്യക്തമായ സൂചന പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വരികയാണ്. അത് UDF കേന്ദ്രങ്ങളെ ആകെ അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. കോൺഗ്രസിനെ രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയിൽ അസ്വസ്ഥപ്പെടുത്തുന്നതാണ്. വ്യക്തിപരമായി ആരോപണങ്ങൾ പല ഘട്ടത്തിൽ വന്നതാണ്. മുകേഷ് MLA എവിടെയാണ് എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ടായിരുന്നില്ല. പാർട്ടി നേതാക്കളുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ മറുപടി മാധ്യമങ്ങൾക്കുണ്ടായിരുന്നില്ല. ചില പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ കൊല്ലത്ത് നടന്നതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ഇത്രത്തോളം സജീവമായി ഈ വിഷയം നിൽക്കുന്നു എന്നത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്നു. പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട വിജയം നേടിയെടുത്ത നേതാവാണ്. കോൺഗ്രസിലെ ഭാവി നേതൃത്വം അതിലൊരാൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ആണ് എന്ന ഭരണപക്ഷത്തിന്റെ ഉൾപ്പെടെ ചിന്തകളാണ്. അപ്പോൾ രാഹുൽ കുറെ കൂടി ശ്രദ്ധേയനായ ഒരാൾ ആയതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ രാഷ്ട്രീയമായി ഉൾപ്പെടെ ആരോപണങ്ങൾ ഉയർന്നു വരുന്നതും. പ്രതിരോധിക്കാൻ കഴിയാതെ പോയത് എവിടെയാണ് എന്നാണ് രാഹുലിനൊപ്പം ഉള്ള ആളുകൾ പറയുന്നത്. ഇപ്പോൾ മറ്റു നേതാക്കളുടെ കാര്യം പറഞ്ഞത്, ഇപ്പോൾ കോൺഗ്രസ് നിരയിലാണെങ്കിൽ 2 MLA-മാർ ഇപ്പോഴും സമാനമായ ആരോപണങ്ങൾ, സമാനമായ കേസുകളിൽപ്പെട്ട നിയമപരമായി പരാതി ഉണ്ടായിരുന്ന, കോടതി നടപടി നേരിടേണ്ടി വന്ന, അതിലൊരാൾ റിമാൻഡിലേക്ക് പോകേണ്ടി വന്ന 2 കോൺഗ്രസ് MLA-മാർ ഇപ്പോഴും നിയമസഭയിൽ ഉണ്ട്. രാഹുൽ ഇരിക്കുന്ന അതേ ബെഞ്ചിലുണ്ട്. ഇടതുഭാഗത്തും അത്തരം ആളുകളുണ്ട്. രാഹുലിന്റെ പരാതി എങ്ങനെയാണ്, രാഹുലിനെതിരായ ആരോപണം എങ്ങനെയാണ് വ്യത്യസ്തമായി ഇപ്പോൾ മാറുന്നത്? എങ്ങനെയാണ് രാജി എന്ന ആവശ്യത്തിലേക്ക് ഇപ്പോൾ ഒടുവിൽ ആ സമ്മർദ്ദം കൂടുതൽ രൂക്ഷമായി വരുന്നത്? ആ സാഹചര്യം എന്താണ് അഭിലാൽ? KSUവിൽ തുടങ്ങിയതാണ്. 20 വർഷ കാലയളവിലെ പൊതുപ്രവർത്തനം ഉണ്ട് രാഹുലിന് എങ്കിൽ പോലും പിന്നിട്ട 5 വർഷ കാലയളവിലാണ് രാഹുൽ കേരളത്തിൽ UDFന്റെയും കോൺഗ്രസിന്റെയും ശബ്ദമായി മാറിയത്. അങ്ങനെ നല്ല രാഷ്ട്രീയ നാവുള്ള മറ്റൊരാൾ കേരളത്തിൽ ഇടത് രംഗത്തോ UDF രംഗത്തോ ഒന്നുമില്ല എന്ന് തന്നെയാണ്. രാഹുലിനെ ഏത് തരത്തിൽ രാഷ്ട്രീയമായി പരാജയപ്പെടുത്താം എന്നുള്ളതിന്റെ ഗവേഷണത്തിലാണ് ഇടതുപക്ഷം അടക്കമുള്ളതെങ്കിൽ പോലും മറ്റൊരു തരത്തിലും രാഹുലിനെ പൂട്ടാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. കാരണം ചാനൽ ചർച്ചകളിൽ അടക്കം രാഹുലിന്റെ പ്രതിരോധത്തിന് മറുമരുന്ന് കണ്ടുപിടിക്കാൻ ഇടത് കേന്ദ്രങ്ങളും അതോടൊപ്പം തന്നെ BJPയെ പ്രതിനിധീകരിക്കുന്ന ആളുകളും വിഷമിക്കുന്നത് എല്ലാ ചർച്ചകളും നമുക്ക് കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ നല്ല രാഷ്ട്രീയ നാവിന്റെ ഉടമയായി വളർന്നു വരുന്ന രാഹുൽ രാഷ്ട്രീയ ഭീഷണിയാണ് എന്നുള്ളത് BJPയും അതോടൊപ്പം തന്നെ ഇടത് കേന്ദ്രങ്ങളും ഒരേപോലെ മനസ്സിൽ കണക്കാക്കുന്നുണ്ട്. പല കോണുകളിൽ നിന്നും ഇതിനു മുൻപ് തന്നെ സൈബർ ആക്രമണങ്ങളിലൂടെ പരാജയപ്പെടുത്താൻ ശ്രമം നടന്നെങ്കിൽ പോലും അതിനെയൊക്കെ തന്നെ അതിജീവിച്ച് അജയ്യനായി തുടരുന്ന ഒരു നേതാവായിരുന്നു
രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ രാഷ്ട്രീയ ഭാവി ഉണ്ട് എന്ന് പൊതുകേന്ദ്രങ്ങൾ അടക്കം വിലയിരുത്തപ്പെട്ട ഒരു നേതാവിനെതിരെ ഉയർന്നു വന്ന വലിയ ആക്ഷേപം അത് തുടർച്ചയായി പല കോളുകളിൽ നിന്നും പലരുടേത് സമാന സ്വഭാവത്തിലുള്ളത് വന്നു എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് ഏറെ പ്രതിരോധത്തിൽ ആക്കിയിട്ടുള്ളതും രാജിയിലേക്ക് കാര്യങ്ങളെ അടുപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമായി മാറിയിട്ടുള്ളതും. ചുരുക്കി പറഞ്ഞാൽ രാജി അത് എത്രയും വേഗം സംഭവിക്കുന്നതാണ് രാഹുലിന് വ്യക്തിപരമായും കോൺഗ്രസിന് സംഘടന എന്നുള്ള നിലയിലും UDFന് മുന്നണി എന്നുള്ള നിലയിലും ഏറ്റവും നല്ലത് എന്ന് വലിയൊരു വിഭാഗം ആളുകൾ വിലയിരുത്തുന്നുണ്ട്. UDFിൽ നിന്ന് തന്നെ ഈ ശബ്ദം ഉയർന്നു വരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്.